രോഗക്കിടക്കയിൽ ജീവന് വേണ്ടി പോരാടുന്ന പാപ്പ. ഫ്രാൻസിസ് പാപ്പയുടെ ആരോഗ്യസ്ഥിതിയും അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥയും നമുക്കെല്ലാവർക്കും അറിയാം. ഈ ദിവസങ്ങളിൽ അദ്ദേഹത്തിന് വേണ്ടി ലോകമെമ്പാടുമുള്ള ജനങ്ങൾ പ്രാർത്ഥനയിലാണ്. അനേകർ പാപ്പയ്ക്കായുള്ള തങ്ങളുടെ പ്രാർത്ഥനകൾ തുടരുമ്പോഴും ഫ്രാൻസിസ് പാപ്പയുടെ ജീവൻ നിലനിർത്താൻ അനേകം ആരോഗ്യ പ്രവർത്തകർ വിശ്രമമില്ലാതെ ജോലി ചെയ്യുമ്പോഴും ഫ്രാൻസിസ് പാപ്പയുടെ ചിന്ത ഇതൊന്നുമല്ല. പാപ്പയുടെ വിചാരവും അദ്ദേഹത്തെ അലട്ടുന്ന പ്രശ്നവും മറ്റൊന്നാണ്. തെല്ലൊരു ആശ്വാസം കിട്ടിയ വേളയിൽ ആ ആശുപത്രി കിടക്കയിലായിരിക്കുമ്പോഴും അദ്ദേഹം നൽകിയ സന്ദേശം എന്താണെന്നറിയണോ? ആ കിടക്കയിലും തൻ്റെ ജീവനെക്കുറിച്ചുള്ള യാതൊരുവിധ ആശങ്കയും പാപ്പയ്ക്കില്ല. മറിച്ച് മനുഷ്യജീവന് അദ്ദേഹം കൂടുതൽ പ്രാധാന്യം നൽകി തൻ്റെ നിലപാടുകളിൽ ഇന്നും മാറ്റമില്ലാതെ തുടരുകയാണ്. ജീവനെ തള്ളിക്കളഞ്ഞ് നീതിയുള്ള ഒരു സമൂഹം കെട്ടിപ്പടുക്കാനാകില്ല എന്ന സന്ദേശമാണ് പാപ്പ നൽകിയത്. മൂവ്മെൻറ്റ് ഫോർ ലൈഫ് സംഘടനയിലെ അംഗങ്ങളെ അഭിസംബോധന ചെയ്ത് തൻ്റെ ആശുപത്രി മുറിയിൽ നിന്ന് പുറത്തിറക്കിയ സന്ദേശത്തിലാണ് പാപ്പ ഈ കാര്യം പറയുന്നത്. ആശുപത്രി കിടക്കയിലായിരിക്കുമ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ വരിഞ്ഞു മുറുക്കുമ്പോഴും തൻ്റെ ജീവനേക്കാൾ ജീവൻ സംരക്ഷിക്കുവാനും ജീവന് വേണ്ടി പോരാടാനുമുള്ള തൻ്റെ നിലപാടുകൾ ഇന്നും ശക്തമായി തന്നെയാണ് പാപ്പ മുന്നോട്ട് വയ്ക്കുന്നത്. ആരോഗ്യപരമായ കാരണങ്ങളാൽ ബുദ്ധിമുട്ടുന്ന സമയത്ത് പാപ്പ മുൻപ് സ്വീകരിച്ച നിലപാടുകളിൽ ചില വിട്ടുകൊടുക്കലുകളൊക്കെ, ചില നിശബ്ദതകളൊക്കെ സ്വീകരിക്കാൻ നിർബന്ധിതനാകും എന്നൊരു ചിന്ത അനേകർ മുന്നോട്ട് വെച്ചിരുന്നു. ഇതിനായി അവർ നിരവധി ഉദാഹരണങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് വാദിച്ചിരുന്നത്. എന്നാൽ അവയെല്ലാം തിരുത്തിക്കുറിച്ചുകൊണ്ട്, ഈ നിഗമനങ്ങളെല്ലാം തിരുത്തിക്കുറിച്ചുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ ജീവനെ പ്രതിയുള്ള തൻ്റെ നിലപാടുകൾ കൂടുതൽ ശക്തമാക്കി. മാർച്ച് 8 സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടന്ന ദിവ്യബലിയിൽ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയാട്രോ പരോളിൻ പാപ്പയുടെ സന്ദേശം വായിച്ചു. ഗർഭസ്ഥ ശിശുക്കളെയും സ്വയം പര്യാപ്തരല്ലാത്ത വൃദ്ധരെയും സുഖപ്പെടുത്താനാവാത്ത രോഗികളെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട് നീതിയുക്തമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കാനാകില്ല എന്ന് പാപ്പ സന്ദേശത്തിൽ അടിവരയിട്ട് പറഞ്ഞു. പാപ്പ തൻ്റെ വാക്കുകൾ തുടരുന്നത് ഇങ്ങനെയാണ്: അരനൂറ്റാണ്ടിനിടയിൽ പ്രത്യയശാസ്ത്രപരമായ ചില മുൻവിധികൾ കുറയുകയും സൃഷ്ടിയുടെ പരിപാലനത്തെക്കുറിച്ചുള്ള അവബോധം യുവസമൂഹത്തിനിടയിൽ വളരുകയും ചെയ്തിട്ടുണ്ടെങ്കിലും നിർഭാഗ്യവശാൽ വലിച്ചെറിയൽ സംസ്കാരം വ്യാപിച്ചിരിക്കുന്നു. സ്വന്തം കുഞ്ഞിന് ജന്മം നൽകാതിരിക്കാൻ പ്രേരിപ്പിക്കുന്ന ചിന്തകളിൽ നിന്ന് സ്ത്രീകളെ മോചിപ്പിക്കുക എന്നത് പൗരസമൂഹത്തിൻ്റെ നവീകരണത്തിൻ്റെ തത്വമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഇറ്റലിയുടെ പല ഭാഗങ്ങളിൽ നിന്നും കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരെയും അഭിസംബോധന ചെയ്യുകയാണെന്നും പാപ്പ പറഞ്ഞു. മനുഷ്യജീവന് വേണ്ടി, പ്രത്യേകിച്ച് ബലഹീനാവസ്ഥയിലിരിക്കുന്ന ജീവന് വേണ്ടി പ്രായഭേദമന്യേ പ്രവർത്തിക്കുന്നവരുടെ ആവശ്യകത എന്നത്തേക്കാൾ ഉപരി ഇന്നുണ്ടെന്നും ദൈവികദാനമായ ജീവൻ മഹത്തായൊരു നിയോഗത്തിനായാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്നും പാപ്പ സന്ദേശത്തിൽ കുറിക്കുന്നു. നമുക്കറിയാം, മൂവ്മെൻറ്റ് ഫോർ ലൈഫ് എന്ന സംഘടന തുടക്കം കുറിക്കുന്നത് ഫ്ലോറൻസിൽ ആണ്. 1975 വർഷം. 2025 വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ മൂവ്മെൻറ്റ് ഫോർ ലൈഫ് 60 വർഷങ്ങൾ പൂർത്തിയാക്കുന്നു. ഇതിൻ്റെ ഭാഗമായാണ് സംഘടനാ പ്രവർത്തകർക്ക് വേണ്ടി പ്രത്യേക അനുസ്മരണവും ബലിയർപ്പണവും വത്തിക്കാനിൽ നടന്നത്. ഈ വേദിയിലാണ് പാപ്പയുടെ സന്ദേശം കർദിനാൾ പിയാട്രോ പരോളിൻ വായിച്ചത്. മാർപ്പാപ്പയെ പ്രതിയുള്ള ദൈവിക പദ്ധതികൾ പൂർത്തിയാകുവാനും ദൈവകരുണയാൽ അദ്ദേഹം കൈക്കൊണ്ട നിലപാടുകളും തീരുമാനങ്ങളും ഒക്കെ അനേകരിൽ നന്മ പടർത്തുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തുതി.